സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 3 മരണം 13,600 പേർ ചികിത്സ തേടി. മലപ്പുറത്താണ് പനി ബാധിതർ കൂടുതൽ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, പണിക്കണക്ക് എങ്ങനെയാണ്? പ്രവിധ സംസ്ഥാനത്ത് 2 ദിവസത്തെ പനിക്കണക്കുകൾ, അതായത് ഇന്നത്തെയും പനിക്കണക്കുകളാണ് സംസ്ഥാന സർക്കാർ, അതായത് ആരോഗ്യവകുപ്പ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ 2 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 27,000-ന് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത് 13,600 പേരാണ്. മലപ്പുറത്താണ് ഇന്ന് പനിബാധിതർ കൂടുതൽ. 2,537 പേർ മലപ്പുറത്ത് പനിക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 1000-ന് മുകളിൽ പ്രതിദിന രോഗബാധിതർ ഉണ്ടായിട്ടുണ്ട്. 164 പേർക്ക് ഇത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 470 പേർക്ക് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളുമുണ്ട്. അവർക്ക് ഡെങ്കിപ്പനി സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനി ബാധിതർ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്താണ്. 52 പേർക്കാണ് കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 45 പേർക്ക് H1N1 24 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 2 മരണങ്ങൾ പനിമൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 2 മരണങ്ങളാണ് എലിപ്പനിയും അതുപോലെ ഡെങ്കിപ്പനിയും H1N1 മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാൾ വയറിളക്ക രോഗം മൂലം മരണപ്പെട്ടതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ 3 മരണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 3 മരണങ്ങൾ ഇന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പനിബാധിതരുടെ എണ്ണം 13,756 കൂടുതൽ പനിബാധിതർ ഇന്നലെ മലപ്പുറം ജില്ലയിലാണ്. 2,545 പേർ മലപ്പുറത്ത് പനിബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ജില്ലകളിൽ 1000-ന് മുകളിൽ പനിബാധിതർ ഇന്നലെയുണ്ട്. ഡെങ്കിപ്പനി 225 പേർക്കാണ് ഇന്നലെ സംസ്ഥാനത്താകമാനം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ഡെങ്കി ബാധിതർ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. 82 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 13,600 പേർ ചികിത്സ തേടി. മലപ്പുറത്താണ് കൂടുതൽ പനിബാധിതരുള്ളത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്.